Hello dear students, welcome back to my chemistry class and here is your Asna ma'am and we are now learning our first chapter structure of atom. ഇതിൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്യണം. ദെൻ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്ന ചാനൽ. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്താൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെയെല്ലാം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിങ്ങനെ കാണണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏൺസ്റ്റ് റൂദർഫോർഡ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടെന്നും അതിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നും അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം വേറൊരു കാര്യം കൂടി പ്രവചിച്ചിരുന്നു. ഈ ന്യൂക്ലിയസിനകത്ത് ചാർജുള്ള പ്രോട്ടോൺസ്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസിൻ്റെ കൂടെ തന്നെ ചാർജില്ലാത്ത എന്തോ ഒരു പാർട്ടിക്കിൾ ഈ ആറ്റത്തിനകത്തുണ്ടെന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. ആ ചാർജ്ലെസ് ആയ പാർട്ടികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഒരു സയൻറ്റിസ്റ്റ് അത് തെളിയിച്ചു. ജെയിംസ് ചാഡ്വിക്, ഇദ്ദേഹമാണ് ജെയിംസ് ചാഡ്വിക്. ഇദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജെയിംസ് ചാഡ്വിക്, he learned and conducted experiments under the guidance of Rutherford. റൂദർഫോർഡിൻ്റെ ഗൈഡൻസിൽ തന്നെ ജെയിംസ് ചാഡ്വിക്കും ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം എന്ത് മനസ്സിലാക്കി? In 1932, he proved scientifically that inside the nucleus of an atom, there are neutral particles having mass equal to that of protons. This chargeless particle is the neutron. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്താ നമുക്ക് പ്രൂവ് ചെയ്ത് തന്നത്? In 1932 അദ്ദേഹം പറഞ്ഞു, ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തുകൂടെ ഉണ്ട്? ഒരു ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടിക്കിൾ ഉണ്ട്, പക്ഷെ അതിന് മാസ് ഉണ്ട്. ആ മാസ് പ്രോട്ടോണോട് ഈക്വലാണ്. എത്ര തന്നെയാണോ പ്രോട്ടോണ് മാസ് ഉള്ളത് അത്രയും മാസുള്ള ചാർജ്ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾ എന്തിലുണ്ട്? ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിനുള്ളിലുണ്ട് എന്ന് ജെയിംസ് ചാഡ്വിക് പറഞ്ഞു. അതിന് അദ്ദേഹം എന്ത് വിളിച്ചു? ന്യൂട്രോൺ. ഈ ചാർജ്ലെസ് ആയ പാർട്ടിക്കിളെ അദ്ദേഹം ന്യൂട്രോൺ എന്ന് വിളിച്ചു. അങ്ങനെ നമ്മൾ ആറ്റത്തിനകത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതെല്ലാം കണ്ടുപിടിച്ചു? ഇപ്പോൾ ഫസ്റ്റ് ജെ തോംസൺ ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചു, റൂദർഫോർഡ് പ്രോട്ടോൺസിനെ കണ്ടുപിടിച്ചു, ഇപ്പോൾ ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺസിനെയും നമുക്ക് പറഞ്ഞു തന്നു. സോ ആറ്റംസിൻ്റെ 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺ. ഇതിൽ ചാർജ് ലെസ് ആയിട്ടുള്ളത് ഏതാണ്? ന്യൂട്രോൺ. The total mass of an atom is concentrated in the nucleus because the particles proton and neutrons that possess mass are in the nucleus. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിട്ടുള്ളത് എവിടെയാണ്? ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിലാണ്. കാരണം എന്താണ്? ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണല്ലോ ന്യൂക്ലിയസിനകത്തുള്ളത്. ഈ പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനും മാസുണ്ട്. ന്യൂട്രോൺസിന് ചാർജ് ഇല്ല എന്നേ ഉള്ളൂ, പക്ഷേ അതിന് മാസുണ്ട്. സോ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് എവിടെയാണുള്ളത്? ന്യൂക്ലിയസിലാണ് ഇരിക്കുന്നത്. ഇലക്ട്രോൺസിന് കമ്പാരിറ്റീവ്ലി വെരി ലോ മാസാണ്. തീരെ മാസ് ഇല്ലാത്തതാണ്, വെരി ലോ മാസ് ആയിട്ടുള്ളതാണ് ഇലക്ട്രോൺ. അപ്പോൾ എവിടെയാണ് എല്ലാ മാസും സെൻട്രലൈസ് ചെയ്തിട്ടിരിക്കുന്നത്? എവിടെയാണ്? യെസ്, ആറ്റത്തിനകത്തെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് മുഴുവൻ മാസ് ഇരിക്കുന്നത്. സോ ഈ ആറ്റത്തിൻ്റെ എൻ്റയർ മാസ് എവിടെയായിട്ട് വരും? ന്യൂക്ലിയസിൽ. ഓക്കെ, ഇനി പാർട്സ് ഓഫ് എൻ ആറ്റം. അപ്പോൾ നമ്മൾ ആറ്റത്തിൻ്റെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കാം. ഇത് ഏതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്? ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് പറഞ്ഞു തന്നു, പ്രോട്ടോൺ റൂദർഫോർഡ് പറഞ്ഞു തന്നു, ദെൻ ഇലക്ട്രോൺ ജെ തോംസൺ പറഞ്ഞു തന്നു. ഇനി ഇവരുടെ ചാർജ് ഒക്കെ എങ്ങനെയാണ്? ന്യൂട്രോണിന് നോ ചാർജ്, ദെൻ പ്രോട്ടോണിൽ പോസിറ്റീവ് ചാർജ്ഡ്, ദെൻ ഇലക്ട്രോണ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഇനി ഈ ഇലക്ട്രോൺസ് എവിടെയാണ് ഇരിക്കുന്നത്? യെസ്, ജെ തോംസൺ പറഞ്ഞു പോസിറ്റീവ് ക്ലൗഡിൻ്റെ ഉള്ളിൽ, നെഗറ്റീവ്സ് അവിടെ ഇവിടെയും പ്ലം പുഡിംഗ് മോഡൽ ഓർക്കുന്നുണ്ടോ? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണെന്ന്. പക്ഷെ അത് തെറ്റാണെന്ന് നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞു തന്നു. റൂദർഫോർഡ് എങ്ങനെയാണ് പറഞ്ഞു തന്നത്? ന്യൂക്ലിയസ്, ആറ്റത്തിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ
ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺസ് ഉണ്ടെന്ന് പറഞ്ഞു തന്നു. ഇപ്പോൾ ജെയിംസ് ചാഡ്വിക്ക് പറഞ്ഞു ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺസ് മാത്രമല്ല ഉള്ളത്, അതിൽ ന്യൂട്രോൺസും കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോൺസ് എവിടെയാണ്? റൂദർഫോർഡ് പറഞ്ഞു ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ സെൻറ്ററിൽ ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. ഇതാണ് ന്യൂക്ലിയസ്. ഇതിൻ്റെ ചുറ്റും എവിടെ ഇലക്ട്രോൺസ് ഇതേ സ്പിൻ ചെയ്തിരിക്കുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന പിക്ചറാണ് ഈ കാണിക്കുന്നത് കേട്ടോ. സോ കണ്ട, ഇങ്ങനെയാ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോൺസ്. ഇതൊക്കെയാണ് പാർട്സ് ഓഫ് ആറ്റം. Atoms of all elements are made up of particles, namely electron, proton and neutron. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾക്കറിയാം ഏതൊരു വസ്തുവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ആറ്റത്തിനകത്ത് വീണ്ടും സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ആറ്റമിനെ വീണ്ടും വിഭജിക്കാൻ കഴിയും. ഏതൊക്കെയായിട്ട്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നമ്മൾ ലോകത്ത് കാണുന്ന എല്ലാതും ഒരേപോലെ ഇരിക്കണമെന്ന്? നമുക്ക് അങ്ങനെയല്ലേ കിട്ടേണ്ടത്? ഇപ്പം നമ്മൾ പഠിച്ചു ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആറ്റത്തിനകത്ത് ഇതെല്ലാം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഏതൊരു വസ്തു നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം കൊണ്ടാണ്. ഈ ആറ്റത്തിൻ്റെ ഉള്ളിലെല്ലാതും സെയിം ആണ്. അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും ഒരേപോലെ ഇരിക്കണ്ടേ? ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ബുക്ക് എടുത്തു, അതും ഒരുപോലെ ഇരിക്കണം. ബുക്കിൻ്റെ പേജസ് നിർമ്മിച്ചിട്ടുള്ള ആറ്റംസും, അതുപോലെ ഒരു പെന്നെടുത്തു, അപ്പോൾ ആ പെന്നിൻ്റെ പ്ലാസ്റ്റിക് അതെല്ലാം ഒരേപോലെ ഇരിക്കണ്ടേ? പക്ഷെ എല്ലാം ഡിഫറെൻ്റ് അല്ലേ? എന്തുകൊണ്ടാണത്? യെസ്, അതാണ് ഇവിടെ പറയുന്നത്. ഒരു ആറ്റം, ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ദിസ് പാർട്ടിക്കിൾസ് മേക്ക് എൻ എലമെൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് അതേഴ്സ്. അപ്പോൾ നമുക്കറിയാം എത്ര എലമെൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 117 എക്സെട്ര നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് പീരിയോഡിക് ടേബിളിൽ. ഈ എലമെൻറ്റ്സ് അല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ളത് ഡിഫറെൻറ്റ് ആറ്റംസ് കൊണ്ടാണ്. ഈ ഓരോ എലമെൻറ്റ്സിനെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്താണെന്നറിയൂ? ഈ ആറ്റത്തിനകത്തുള്ള ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ന്യൂട്രോൺ, പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ, ഇതിൻ്റെ എല്ലാം നമ്പേഴ്സ് സെയിം ആയിരിക്കില്ല. അപ്പോൾ സപ്പോസ് നമുക്കൊരു ഗോൾഡിൻ്റെ എലമെൻ്റ് എടുത്ത് നോക്കാം. ഈ ഗോൾഡ് എന്ന എലമെൻറ്റിൻ്റെ ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടോ, ന്യൂട്രോൺ ഉണ്ടോ, ഇലക്ട്രോൺ ഉണ്ടോ, അതായിരിക്കില്ല നമ്മൾ വേറെ ഒരു സിങ്ക് എന്ന എലമെൻ്റ് എടുക്കാം. സിങ്ക് എന്ന എലമെൻറ്റിൽ അതിൻ്റെ ആറ്റത്തിനകത്ത് ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ നമ്പറും സെയിം ആയിരിക്കില്ല. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത്ര പ്രോട്ടോൺ, ഇത്ര ന്യൂട്രോൺ, ഇത്ര ഇലക്ട്രോൺ അങ്ങനെ ആയിരിക്കും. ഈ ഗോൾഡിൻ്റേതോ അതിൻ്റേതായിട്ടുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും മാസും, ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ്. സോ ഇങ്ങനെ ഓരോ എലമെൻസിൻ്റെയും ആറ്റംസ്, അതിൻ്റെ ഉള്ളിലുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന എല്ലാ എലമെൻസും ഡിഫറെൻ്റ് ആകുന്നത്. ഓക്കെ, ആറ്റത്തിനകത്ത് ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ, സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഓരോ എലമെൻറ്റും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ദീസ് പാർട്ടിക്കിൾസ് മേക്ക് എൻ എലമെൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് അതേഴ്സ്. മനസ്സിലായല്ലോ? ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഈ യെല്ലോ ബോക്സ് ഓർമ്മ ഉണ്ടോ? അത് നോക്കൂ കേട്ടോ. ഇലക്ട്രോൺ ഫസ്റ്റ് കോളത്തിൽ ഇലക്ട്രോൺ, സെക്കൻഡ് പ്രോട്ടോൺ, ദെൻ തേർഡ് ന്യൂട്രോൺ. ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മൾ പഠിച്ചു, നെഗറ്റീവ് ചാർജ്. പ്രോട്ടോണിൻ്റെയോ പോസിറ്റീവ് ചാർജ്. ന്യൂട്രോണിൻ്റെയോ നോ ഡൗട്ട് അതിന് ചാർജില്ല, ചാർജ്ലെസ് ആണ്. ദെൻ ഇനി ഇവയെ മാസ് എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ മാസ് ഉള്ളതിന് ഏതിനാണ്? യെസ്, നമ്മൾ പഠിച്ചു പ്രോട്ടോണിനും ന്യൂട്രോണിനും ഒരേ മാസ്സാണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ ഈ ഒരു പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് എത്ര മാസ് ഉണ്ടോ അത്ര തന്നെ മാസ് ഉണ്ട് ഒരു പ്രോട്ടോണിന്. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസും ന്യൂട്രോണിൻ്റെ മാസും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചു. സോ ന്യൂട്രോണിൻ്റെ മാസ് എത്രയായിരിക്കും? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആറ്റത്തിനോട് ഈക്വൽ ആയിരിക്കും ഒരു ന്യൂട്രോണിൻ്റെ മാസും. ദെൻ ഇലക്ട്രോണിന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 1/1837 അത്ര മാസേ ഉള്ളൂ. അത്രയും വളരെ ചെറിയ മാസാണ് ഇലക്ട്രോണിലുള്ളത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒരു ഭാഗം കണ്ടോ, ഒരു 1/1837 മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. അത്ര വെരി ലോ മാസാണ് ഇലക്ട്രോണിലുള്ളത്.
ഇനി ഈ ഇലക്ട്രോൺസ് എവിടെയാണ് കാണുന്നത്? ഇപ്പം നമ്മൾ കേട്ടു റൂദർഫോർഡ് പറഞ്ഞു തന്നത് ഇലക്ട്രോൺസ് ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസിൻ്റെ ഔട്ട്സൈഡിലാണ് കാണുന്നതെന്ന് നമ്മളോട് പറഞ്ഞു തന്നത്. ദെൻ പ്രോട്ടോൺസും ന്യൂട്രോൺസും എവിടെ ഇരിക്കുന്നത്? ന്യൂക്ലിയസിൻ്റെ അകത്ത്. ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. എന്താണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇരിക്കുന്നത്. ഇലക്ട്രോൺസോ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ഇതെല്ലാമാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നതിൻ്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ്, ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. പുതിയൊരു ടോപ്പിക്കാണ്. ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അത് ഒരു ചാർജും ഇല്ലാതെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ആറ്റം എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. There are electrically charged particles in an atom. ഏതൊക്കെയാണ് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒരു ആറ്റത്തിൽ? നമ്മൾ പഠിച്ചു നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ട്. എന്നിട്ടും ആറ്റം എന്താണ്? ന്യൂട്രലായിട്ട് നിൽക്കുന്നത്. നമുക്ക് പുറമെ ഒരു ആറ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ന്യൂട്രലായിട്ട് നിൽക്കുന്നതേ കാണാൻ കഴിയുള്ളൂ. അതിനൊരു പോസിറ്റീവ് ചാർജ് കൂടുതലായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് കൂടുതലായിട്ടോ നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? But the presence of electric charge has not been felt to atoms or to the molecules made up of atoms. Why is it so? ഞാൻ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെ. Because the number of protons and electrons are equal in an atom. അപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഏതൊരു എലമെൻറ്റിൻ്റെ ആറ്റം എടുത്ത് നോക്കിയാലും അതിൽ എത്ര തന്നെ ഇലക്ട്രോൺസ് ഉണ്ടോ അത്ര തന്നെയും പ്രോട്ടോൺസ് ഉണ്ടാകും. അപ്പോൾ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ്, ഇത് തമ്മിൽ ന്യൂട്രലായി പോകുന്നു. ഇപ്പോൾ സപ്പോസ് ഒരു ആറ്റത്തിനകത്ത് 6 പ്രോട്ടോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക, അത്ര തന്നെ 6 ഇലക്ട്രോൺസ് ഉണ്ടാകും. സോ ഇവർ തമ്മിൽ ന്യൂട്രലായി പോകുന്നു. അതുകൊണ്ടാണ് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാതും നന്നായി മനസ്സിലാക്കി പഠിക്കുക. മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.